ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. ഇന്ന് നമ്മൾ രുചികരമായ ഒരു ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ബീഫ് വരട്ടിയത് ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. നമ്മളിതാ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ 2 കിലോ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ പച്ചമുളക് ചതച്ചെന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൈ ഉപയോഗിച്ച് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ബീഫ് വേകുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്നുകൂടെ നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ കുക്കർ അടച്ച് ഒരു 5 വിസിൽ, ഒരു ഹൈ ഫ്ലെയിമും 4 ലോ ഫ്ലെയിമിൽ വെച്ചിട്ടും അങ്ങനെ 5 വിസിൽ അടിച്ചു കൊടുക്കുക. ഈ സമയം നമ്മൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് ഏകദേശം ഒരു അരമുറി നാളികേരം നമ്മൾ ചെറുതായി അരിഞ്ഞത് ഇതിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായി തന്നെ നമ്മൾ മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 3 വലിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായി തന്നെ നമ്മൾ വഴറ്റിയെടുക്കുക, ഗോൾഡൻ കളറാവുന്നവരെ. ഇനി ഇതിലേക്ക് വലിയ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ തക്കാളി കൂടി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാലൻസ് ഉള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു മിനിറ്റ് നേരം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമ്മൾ ചേർത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പച്ചമണം മാറുന്നത് വരെ. ഇനി ഇതിലേക്ക് നമ്മൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് വഴറ്റിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് കൂടെ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഏകദേശം നമ്മളൊരു 10-15 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതാ കാണാം, നമ്മുടെ ബീഫൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഗരം മസാല ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഏകദേശം ഒരു 2 മിനിറ്റ് നേരമൊക്കെ നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ രുചികരമായ ബീഫ് വരട്ടിയത് തയ്യാറായിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ വീട്ടിൽ ബീഫ് വരട്ടിയത് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക്